ചിലർക്കെങ്കിലും ഈ സൺഡേ കഴിയാറായി, വീക്കെൻഡ് കഴിയാറായി എന്നുള്ളൊരു ചിന്ത ഒരു ഭയമായിട്ട് തോന്നാറുണ്ട്. സൺഡേ ബ്ലൂസ് അല്ലെങ്കിൽ സൺഡേ നൈറ്റ് ബ്ലൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? സൺഡേ നൈറ്റ് ബ്ലൂസ് എന്നത് ഞായറാഴ്ച ഉച്ചയോ വൈകുന്നേരമോ വരുന്നതുള്ള ഒരു ഭയവും ഉത്കണ്ഠയും സങ്കടവും ഒക്കെയാണ്. ഇത് സൺഡേ നൈറ്റ് ഡിപ്രഷൻ എന്നും അറിയപ്പെടാറുണ്ട്. സൈക്കോളജിസ്റ്റ് ഇതിനെ സിറ്റുവേഷണൽ ഡിപ്രഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ അതിനോടുള്ള ഒരു പ്രതികരണമായി ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. ഇത് ആ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സൺഡേ അല്ലെങ്കിൽ സൺഡേ നൈറ്റ് ഇങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ വീക്കെൻഡ് കഴിയാറായി, വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയില്ല, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയില്ല, പുറത്തു പോകാൻ പറ്റിയില്ല. അതുമല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ ഹോസ്റ്റലിലേക്കോ ഒക്കെ പോകുന്നവരാണെങ്കിൽ പെൻഡിങ് ജോലികളൊന്നും തീർക്കാൻ പറ്റിയില്ല. ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്കോ ആൾക്കാരുടെ ഇടയിലേക്കോ ഒക്കെ പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഈ പേഴ്സണൽ ലൈഫും ജോലിയിലെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു മടുപ്പും ടെൻഷനും ഭയവും ചിലപ്പോൾ ഒരു മൈൽഡ് ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഒന്ന്, സെറ്റ് ബൗണ്ടറീസ്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. പ്രിപ്പയർ ഫോർ ദ വീക്ക് എഹെഡ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അത് ജോലി കാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് ആ സമയത്ത് ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കും. പ്ലാൻ സംതിങ് ഫൺ ഫോർ സൺഡേ ഈവനിങ്. നമുക്ക് ഇഷ്ടമുള്ള റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. യോഗ, മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്. നമ്മൾ തന്നെ ഇപ്പോൾ നമുക്കുള്ള സൺഡേ റൂട്ടീനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു മാനസികാവസ്ഥയും ഭയവും മൂടും ഒക്കെ മാറ്റാൻ പറ്റും. ഒന്നോർക്കുക, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത് സാധാരണമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുക.